വൈക്കത്തമ്പലം നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിലും അഷ്ടമി കൂടാൻ വേണ്ടി ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നാണ് വൈക്കത്തെ അഷ്ടമി കാണാൻ വേണ്ടി പോണേ. സുന്ദരനായില്ലേ ഗൈസ്? എന്റെ മോനെ, വൈക്കത്തെ അഷ്ടമി എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും തിരക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ സാധാരണ ഒരു ഉത്സവത്തിന്റെ അത്രയും ഒരു തിരക്കൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. ഇത് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ട്. പോകുന്ന വഴിയെ തന്നെ 2 ഉണ്ണിയപ്പം മേടിച്ച് കഴിച്ചിട്ടോ. ഈ ചേച്ചിമാരുണ്ടാക്കിയത് നല്ല അടിപൊളി ചൂട് ഉണ്ണിയപ്പമാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് ഡെക്കറേഷൻസും പൂക്കളങ്ങളും എന്തൊക്കെയോ ഞാനത് ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും വൻ സെറ്റപ്പ് ആണെന്ന് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്പലത്തിൽ കയറി ഒരു പ്രദക്ഷിണം ചെയ്തു. പിന്നെ ആനക്കുട്ടന്മാരെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ബേസിക്കലി എനിക്ക് ഈ ആനകളെ എഴുന്നള്ളിപ്പിനും ഉത്സവത്തിനൊക്കെ എനിക്കത് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അവിടെ നിന്ന് നേരെ ബജ്ജി കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാൽ എനിക്ക് ബജ്ജി അത് നിർബന്ധം. എന്റെ പൊന്നോ, തിരക്ക് കണ്ടോ നിങ്ങൾ? ഇത്രയും തിരക്കിന്റെ ഇടക്കാണ് അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആയത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നേരെ ഹോട്ടലിൽ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നേ. അവിടെ ചെന്നപ്പോ നല്ല ചൂട് പിടിയും കോഴിക്കറിയും. പിന്നെ ഒന്നും നോക്കില്ല, അതൊരു പിടി പിടിച്ചു. നന്നിട്ടും വിശപ്പ് മാറില്ല ഗൈസ്. പിന്നെ നമ്മുടെ പൊറോട്ടയും ചിക്കൻ കറിയും അന്തസ്.